ഹായ് ഗായ്സ്, ദ ഗലിബ്രോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സുഖം. ബിഗ് ബോസ് മലയാളം സീസൺ 7 30th വീക്ക് ഒഫീഷ്യലിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ അവസാന മണിക്കൂറിലേക്ക് എടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വ്യാഴാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 7 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അവരിൽ നിന്ന് 1-2 മത്സരാർത്ഥികളാകും പുറത്തു പോകുന്നത്. ഇന്ന് രാത്രിയോടെ വോട്ടിംഗ് അവസാനിക്കുകയാണ്. നാളെയാണ് ലാലേട്ടൻ്റെ ഷൂട്ട് നടക്കുന്നത്. നമ്മുടെ എല്ലാ എവിക്ഷൻ അപ്ഡേറ്റുകളും നമ്മുടെ മറ്റൊരു ചാനലുണ്ട്, പ്രാഡോ ടോക്സ് എന്ന് പറഞ്ഞ ഒരു ചാനൽ. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മളെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വരുമണിക്കൂറിൽ കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ഈ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് അനീഷ് തന്നെയാണ്. തുടർന്ന് യാതൊരു മാറ്റവുമില്ലാണ്ട് മുന്നേറുകയാണ്. തൻ്റെ പൊസിഷൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വോട്ടിങ്ങിൻ്റെ തുടക്കം മുതലേ ഉറപ്പിച്ച് പറയുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം. ഒരു കോമണറായി വന്ന് ഇത്രയധികം വോട്ട് കളക്ട് ചെയ്ത ആദ്യത്തെ മത്സരാർത്ഥി ഇപ്പോൾ 83,250 വോട്ട് നേടി 1-ാം പൊസിഷനാണുള്ളത്. 2-ാം പൊസിഷനിൽ അനിമോൾ തന്നെയാണ് തുടരുന്നത്. അനിമോളിൻ്റെ പൊസിഷൻ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം നടത്തിയെങ്കിൽ കൂടെ അനീഷിനെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അനീഷിൻ്റെ തൊട്ട് പിന്നിലായി 78,709 വോട്ട് നേടി 2-ാം പൊസിഷനാണുള്ളത്. 3-ാം പൊസിഷനിൽ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനവാസിന് അനിമോളെ അട്ടിമറിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനം ഉണ്ടായിട്ടില്ല. കാരണം അനിമോളും ഷാനവാസുമായിട്ട് നല്ലൊരു വോട്ടിംഗ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ 57,800 വോട്ട് നേടി 3-ാം പൊസിഷനാണുള്ളത്. 4-ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദിലയ്ക്ക് ഇത്രയധികം വോട്ട് ലഭിച്ചത് തന്നെ നൂറയുടെ ഒരു സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആദില ഇത്തവണ പുറത്തു പോകില്ലെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 52,677 എന്ന നല്ലൊരു വോട്ട് നേടി 4-ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 5-ാം പൊസിഷനിൽ അക്ബർ വന്നിട്ടുണ്ട്. അക്ബറിന് നല്ലൊരു വോട്ടിംഗ് പ്രകടനമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഒരു ഘട്ടത്തിൽ ഒന്ന് പിന്നിലേക്ക് പോയെങ്കിലും ഇപ്പോൾ 49,350 എന്ന നല്ലൊരു വോട്ട് നേടി 5-ാം പൊസിഷനിൽ തന്നെ തുടരേണ്ട കാഴ്ചയാണ് കണ്ടുവരുന്നത്. 6-ാം പൊസിഷനിൽ നെവിൻ കയറി വന്നിരിക്കുകയാണ്. സാബുമാനെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും നെവിൻ 6-ാം പൊസിഷൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്. 49,100 വോട്ടിൻ്റെ ബലത്തിലാണ് നെവിൻ 6-ാം പൊസിഷനിലേക്ക് കയറി വന്നത്. ഇപ്പോൾ 7-ാം പൊസിഷനിൽ സാബുമാനാണുള്ളത്. ഏറ്റവും ഡേഞ്ചർ സോണിലായിട്ടുള്ള 7-ാം പൊസിഷനാണ് സാബുമാനുള്ളത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ്. സാബുമാൻ ഇപ്പോൾ 48,990 വോട്ട് മാത്രമേ നേടിയുള്ളൂ. ഇനി അവസാന മണിക്കൂറിലെ വോട്ടിംഗ് നിർണ്ണയിക്കും.